അല്ലാതെ കുറച്ച് ദിവസം സെയിലില്ല വെച്ചിട്ട് നമ്മൾ തളരുകയല്ല വേണ്ടത്. നമ്മൾ ആ സെയിൽസിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ മിനിറ്റും ആലോചിക്കുക, മൊത്തം ആളുകളെ വിളിച്ചിട്ട് ആ സെയിൽസ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ചോദിക്കുക. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വലിയൊരാളായിട്ടല്ല, നമ്മൾക്ക് അറിയാവുന്ന ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മുടെ ഒരു നോളജിൽ നിന്ന് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ് സക്സസ് ആക്കാൻ എല്ലാവർക്കും പറ്റും. അത് നശിപ്പിക്കാൻ എളുപ്പമാണ്, ബിസിനസ് ഉണ്ടാക്കിയെടുക്കാനാണ് പണി. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഏതൊരു ഷോപ്പിലുള്ള ഒരാളായാലും നിസ്സാരക്കാരനല്ല വിചാരിച്ച് നമ്മളവരെ പ്രശ്നമാക്കുമ്പോൾ ഒരു സ്റ്റാഫ് പോകുമ്പോഴും ഓരോ ബുദ്ധിമുട്ടും ആ ഷോപ്പിനുണ്ടാവും. അപ്പോൾ പരമാവധി ആളുകളെ നിലനിർത്താൻ ശ്രമിക്കുക. എല്ലാവരും ഒരേപോലെ ഷോപ്പിൽ കണ്ട് അവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ട് ബിസിനസ് വളർന്നുള്ള ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സ്ഥാപനം നമ്മൾ ഉയർച്ചയിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഒന്നായി പ്രയത്നിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരാൾ മാത്രം ക്ലിയർ ആയി ബാക്കി ഷോപ്പിൽ 10 ആളുണ്ട്, ഒരാൾ മാത്രം ക്ലിയർ ആയി 9 ആൾ മോശമാണെങ്കിൽ ആ സ്ഥാപനം നമുക്ക് എന്തായാലും ഫുള്ള് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും ഒരേപോലെ നിന്ന്, ചില ആൾക്കാർക്ക് കഴിവ് കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് കഴിവ് കുറവായിരിക്കും. ആ കഴിവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. അതേപോലെ ഡെലിവറി ഒക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കുക. ഒരു ഉത്തരവാദിത്തത്തോടെ കൂടി ചെയ്യാൻ പറ്റാവുന്ന ഒരു ടീമിനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റണം. അല്ലാതെ ഞാൻ ഓണറാണ്, എനിക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല, കസ്റ്റമർ വരുമ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല, അവരെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നാൽ നടക്കില്ല. നമ്മൾ കളത്തിലിറങ്ങി കളിക്കേണ്ടി വരും. കസ്റ്റമർ വരുമ്പോൾ ഒപ്പം നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു നേരം പറഞ്ഞ പോലെ തിരക്കുണ്ടായിരുന്നെങ്കിൽ ഭക്ഷണം കുറച്ച് വഴുകും. അതൊക്കെ കുറെ സഹിക്കേണ്ടി വരും. ബിസിനസ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം. അല്ലാതെ തന്നെ ബിസിനസ് വിജയിക്കൊന്നുമില്ല. നമ്മൾ കസ്റ്റമർ പിന്നിൽ ഒപ്പം നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ ഫോളോ അപ്പുകൾ വിളിക്കേണ്ടി വരും. പഴയ കസ്റ്റമറുകൾക്ക് ഇരുന്ന് വിളിക്കേണ്ടി വരും. നമ്മളൊക്കെ ബിസിനസ് ഇല്ലാത്ത കാലത്ത്, ഇപ്പോഴല്ല കേട്ടോ, ഫസ്റ്റ് ഒരു കുറേ കാലങ്ങൾക്ക് മുമ്പ് എടുത്തവരൊക്കെ നമ്പർ എടുത്ത് നോക്കിയിട്ട് നമ്മൾ ഇരുന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ആ ഫ്രീ ടൈം നമുക്ക് വിളിക്കണം. അയ്യോ വിളിക്കണം, ടൈം പോവും, കസ്റ്റമർ എന്ത് വിചാരിക്കുന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. കസ്റ്റമറെ നമുക്ക് വിളിക്കുക, നമുക്കാണ് ആവശ്യം. ചിലപ്പോൾ 10 കസ്റ്റമറെ വിളിച്ചാൽ ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോൺ വിളിക്കാനായിട്ട് സ്റ്റാഫുകളെ വെക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കാം, ആ പുതിയ പ്രൊഡക്റ്റുകൾ ജനങ്ങൾക്ക് നല്ല പ്രൈസിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഇത് കുറച്ച് ചെറിയ അറിവാണ്. ഇതേപോലെ ഒരുപാട് ബിസിനസ്സിന് വിജയിക്കേണ്ട ഓരോ ഐഡിയകൾ നമ്മൾ ഈ യൂട്യൂബിലിടും. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്ന് കാണാം. അതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോയി, നമ്മുടെ ഒരു അറിവിൽ പറഞ്ഞാണ്. ഞാൻ ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ട്. അപ്പം ഞാനിത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കുറേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട് എന്നറിയാം. അപ്പോൾ അവർക്ക് ഇത് ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.